Today's class we deals with Block 1, Unit 1, entitled Synopsis, Executive Summary, and Abstract Writing. Here in this chapter, we have to know about the importance of summarizing. What's the importance of summarizing? Then how to write a synopsis. What are the elements of synopsis? Then we have to know about mm, various things like executive summary and abstract writing. Okay, business. So first, importance of summarizing or the art of summarizing. Summarizing is a challenging task that requires extracting key information while maintaining clarity. The summarizer must strike a balance between brevity and comprehensiveness, avoiding both distortion and confusion. Summarizing എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആ ക്ലാരിറ്റി പോകാതെ തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഒന്ന് ചുരുക്കുക. കീ ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തി അതിനെ ഒന്ന് ചുരുക്കുക. അതിനെ നമുക്ക് സമ്മറൈസിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ സമ്മറൈസർ എന്ന് പറയുന്നത് എപ്പോഴും ചുരുക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ കണ്ടന്റ് ഡിസ്റ്റോർട്ട് ആകാതെ ശ്രദ്ധിക്കുകയും വേണം. മീൻസ് വി ഹാവ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ്. Then in academia, summaries offers knowledge oasis, saving time and effort compared to reading lengthy works. അല്ലേ? പലപ്പോഴും നമുക്ക് ലെങ്തി വർക്കുകൾ വായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോഴത്തേക്ക് നമുക്കൊരു ആശ്വാസം തരുന്നതായിട്ടാണ് നമുക്ക് സമ്മറീസിനെ കാണുന്നത്. The art of summarizing involves highlighting essential concepts while remaining faithful to the original content. നമ്മൾ എസെൻഷ്യൽ കോൺസെപ്റ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്യുകയും വേണം. എന്നാൽ ഒറിജിനൽ കണ്ടന്റിനോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കുകയും വേണം. Summaries focus on facts, answering key questions. ഏതൊക്കെയാണ്? Who, what, when, where, why, how. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ ആയിട്ട് വേണം നമ്മൾ സമ്മറീസ് എഴുതാൻ. ആൻഡ് റിമൂവിങ് പേഴ്സണൽ മ്യൂസിങ്സ് ആൻഡ് ജാർഗൻസ്. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒന്നും തന്നെ അവിടേക്ക് വരാൻ പാടില്ല. പകരം ഇങ്ങനെ ഹു, വാട്ട്, വെൻ, വേർ, വൈ, ഹൗ. സോ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആയിരിക്കണം സമ്മറീസ് ഫോക്കസ് ചെയ്യേണ്ടത്. Various methods including synopsis, executive summaries, and abstract offer insights into summarization process. പലതരത്തിലുള്ള സമ്മറൈസേഷൻ പ്രോസസ്സുകളുണ്ട്. സിനോപ്സിസ് തീസിസുകളുടെ ഡിസർട്ടേഷൻസിന്റെ ഒക്കെ സമ്മറീസിനെ നമുക്ക് സിനോപ്സിസ് എന്ന് പറയാം. ദെൻ എക്സിക്യൂട്ടീവ് സമ്മറീസ് ഉണ്ട്, ബിസിനസ് പർപ്പസിനാണ് അത് ഉപയോഗിക്കുന്നത്. ആബ്സ്ട്രാക്ട് ആർട്ടിക്കിൾസിന്റെ സമ്മറീസിനെ നമുക്ക് ആബ്സ്ട്രാക്ട്സ് എന്ന് പറയാം. അങ്ങനെ പലതരത്തിലുള്ള സമ്മറീസ് ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഈ സിനോപ്സിസ്, എക്സിക്യൂട്ടീവ് സമ്മറീസ്, ആബ്സ്ട്രാക്ട്സ് ഇതിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. Then synopsis unfolds the argument, executive summary extracts the partial practical meaning, and the abstract outlines the conceptual structure. സിനോപ്സിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആർഗ്യുമെന്റ് എന്താണ്? ആ ആർഗ്യുമെന്റിനെ അൺഫോൾഡ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം അതിന് ഇന്ന മെത്തേഡാണ്, ഇന്ന തിയറിയാണ് പ്രൊഫൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെയുള്ള മെത്തേഡിൽ പറഞ്ഞു പോകുന്നതാണ് സിനോപ്റ്റിക്കൽ എന്ന് പറയുന്നത്. സോ ആ ഒരു സിനോപ്സിസിലേക്ക് വരുമ്പോൾ നമുക്കൊരു റിസർച്ച് മെത്തഡോളജി കാണും, എയിംസ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ പ്രൈമറി വർക്ക്സുകൾ, സെക്കൻഡറി വർക്ക്സുകൾ, ദെൻ അപ്രോച്ച്, ഓക്കെ, സിഗ്നിഫിക്കൻസ്, ഇതിനെല്ലാം നമ്മൾ ഹെഡിങ് വൈസ് ആയിട്ട് എഴുതിയിട്ടുണ്ടാകും. സോ ഇത് വരുന്നതാണ് സിനോപ്സിസ് എന്ന് പറയുന്നത്. ഒരു എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഒരു ബിസിനസ്സിൽ, കൊമേഴ്സ് ഫീൽഡിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവ് സമ്മറി. നമുക്ക് ഒരു പ്രോജക്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം ഒക്കെ വരുന്നത്. ഇതിന് ആബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റൽ ഒരു സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ, ഒരു ആർട്ടിക്കിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീൽ ചെയ്ത ആർട്ടിക്കിളിനെ പറ്റിയിട്ടായിരുന്നു. ഒരു ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ആർട്ടിക്കിളിനെ ചുരുക്കി നമ്മളൊരു 200 to 300 വേർഡ്സ് വരുന്ന ഒരു ആബ്സ്ട്രാക്ട് ഫോം ചെയ്യാം, ഇല്ലേ? ഒരു 6 to 7 പേജസ് വരുന്ന ഒരു ആർട്ടിക്കിൾ റീഡ് ചെയ്യാൻ ചിലപ്പോൾ സമയം കാണത്തില്ല. അന്നേരം അതിന്റെ സമ്മറി എന്താണ് അത് പറയുന്നതാണ് ആബ്സ്ട്രാക്ട് പറയുന്നത്. അന്നേരം എന്താണ് സമ്മറൈസിങ് എന്ന് പറയുന്നതാണ് കീ ഇൻഫർമേഷൻ വിട്ടുപോകാതെ ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ബ്രെവിറ്റി പ്രോസസ്സിനെ നമുക്ക് സമ്മറൈസിങ് എന്ന് പറയാം, ഇല്ലേ? സമ്മറൈസ് ചെയ്യുന്ന സമയത്ത് അത് ഒറിജിനൽ കണ്ടന്റിനോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ എസെൻഷ്യൽ കോൺസെപ്റ്റിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ ബ്രെവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ബാലൻസ് കീപ്പ് ചെയ്യുകയും ചെയ്യണം.
ഒരു സമ്മറൈസിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വൈ, വാട്ട്, വെൻ, വേർ ആൻഡ് ഫോർ ഹൂം. അവിടെയൊക്കെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പുറമേ ആയിട്ട് ഒരിക്കലും പേഴ്സണൽ ഒപ്പീനിയൻസ് അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ഇതൊന്നും നമ്മൾ നടത്താൻ പാടില്ല. ഞാനെന്ന വ്യക്തിയുടെ ഒപ്പീനിയൻ ആവേണ്ട ആവശ്യമില്ല. ആ വർക്കിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ സമ്മറൈസ് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ബ്രീഫായിട്ട് പറഞ്ഞു വെക്കുകയാണ് വേണ്ടത്. പലതരത്തിലുള്ള സമ്മറീസുകളുണ്ട്. സിനോപ്സിസ്, എക്സിക്യൂട്ടീവ് സമ്മറീസ് ആൻഡ് ആബ്സ്ട്രാക്ട്. സിനോപ്സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആർഗ്യുമെന്റിനെ അൺഫോൾഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എക്സിക്യൂട്ടീവ് സമ്മറീസ് എപ്പോഴും ഒരു പ്രാക്ടിക്കൽ മീനിങ്ങിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്നു. വൈൽ ആബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ഒരു കാര്യത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കിലാണ് അത് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ ആർട്ടിക്കിൾസ് വരണം. അതിന് അറ്റ് എൻഡിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഒന്ന് ബ്രീഫായിട്ട് എഴുതി വെക്കുന്നു. അന്നേരം ഒരു ആബ്സ്ട്രാക്ട് റൈറ്റിംഗിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മെത്തേഡ് കാണും, അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി കാണും, അതിൻ്റെ ഫൈൻഡിങ് ഔട്ട്സ് കാണും. ഇനി സിനോപ്സിസ് എന്താണെന്ന് നോക്കാം. നമുക്കിതൊരു എസ്സേ ആയിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Synopsis contains complex information, efficiently extracting vital concepts and arguments. സിനോപ്സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അതിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തി, എല്ലാ ആർഗ്യുമെന്റ്സും ഉൾപ്പെടുത്തി വളരെ ചുരുക്കി പറഞ്ഞിരിക്കുന്ന ഒന്നാണ് സിനോപ്സിസ്. സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന UG, PG ഡിസർട്ടേഷൻസ്, PhD ഡിസർട്ടേഷൻ്റെ സമയത്താണ്. Creating synopsis develops critical thinking by prioritizing key information and eliminating unnecessary details. സിനോപ്സിസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വഴി നമുക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുവഴി നമുക്ക് ഒരു വെൽ ഡെവലപ്ഡ് സിനോപ്സിസ് ആണെങ്കിൽ ലേറ്റർ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ആ സിനോപ്സിസിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോയാൽ മതി, അല്ലെങ്കിൽ അതിന് നോക്കിക്കൊണ്ട് മാത്രം പോയാൽ മതി. ഒരു റോഡ് മാപ്പ് നോക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, അതുപോലെ സിനോപ്സിസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രം യാത്ര ചെയ്താൽ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വഴിതിരിച്ചു വിടേണ്ട ആവശ്യമില്ല. ആ ഒരു മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്ത് പെട്ടെന്ന് തന്നെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. Synopsis offers clarity by illuminating the fundamental nature of a subject, aiding memory and retention. Okay, ഒരു കാര്യത്തിന്റെ ഫണ്ടമെന്റൽ നേച്ചറിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ് സിനോപ്സിസ്. അതുപോലെ തന്നെ നമ്മൾക്ക് കൂടുതൽ ഓർമ്മ നിൽക്കാനും നമ്മളുടെ റിറ്റൻഷനെ ബലപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് സിനോപ്സിസ്. Crafting a synopsis requires deep understanding of subject, indicating mastery and the ability to communicate complex topics simply. So, ഒരു നല്ലൊരു സിനോപ്സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വിഷയത്തെ പറ്റി ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു സിനോപ്സിസ് എഴുതുന്ന വഴി നമ്മൾ മറ്റൊരാളോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്താണ്, ഒരു കോംപ്ലക്സ് മാറ്ററിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. In academia, a synopsis is a plan for research explaining its validity, objectives, methodology, and structure. അക്കാഡമിയയിൽ ഒരു സിനോപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്ലാൻ ഫോർ റിസർച്ച് എക്സ്പ്ലൈനിങ് ഇറ്റ്സ് വൈറ്റാലിറ്റി, ഒബ്ജക്റ്റീവ്സ്, മെത്തഡോളജി ആൻഡ് സ്ട്രക്ചർ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സെൻറ്റൻസും അതുപോലെ തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന ആ ഒരു സെൻറ്റൻസ് കൂടെ മാത്രം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. 2 മാർക്സിന് മാത്രം ചോദിക്കുകയാണ്. In academia, a synopsis is a plan for research. It explains its validity, objectivity, methodology and structure. ഇത് ഇത്രയുമാണ് ഒരു സിനോപ്സിസ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇത് കൂടാതെ മറ്റു പല കാര്യങ്ങളും നോക്കാം. A common academic synopsis format include sections outlining the researchers' validity, objectives, methodology and design. ഒരു സാധാരണ ഒരു കോമൺ അക്കാഡമിക് സിനോപ്സിസിൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉൾപ്പെടുത്താറുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള വാലിഡിറ്റി, ഒബ്ജക്റ്റീവ്, മെത്തഡോളജിക്ക് പുറമെയായിട്ട് ഒരു ഡിസൈനും കൂടെ ഉൾപ്പെടുത്താറുണ്ട്. Synopsis is valuable for crystallizing complex information into brief and understandable forms. Synopsis എന്തിനു സഹായിക്കുന്നു? It helps to crystallize complex information into brief and understandable forms. നമുക്ക് വളരെ മനസ്സിലാക്കുന്ന രീതിയിൽ കോംപ്ലക്സ് ഇൻഫർമേഷൻസിനെ ക്രിസ്റ്റലൈസ് ചെയ്ത് വളരെ ചെറുതാക്കി തരാൻ സഹായിക്കുന്നു. 2 മാർക്സിന് ചോദിക്കുകയെങ്കിൽ ഈ 2 പോർഷൻസ് മാത്രം എഴുതുക. ദെൻ ഇതാണ് നമ്മുടെ സിനോപ്സിസിന്റെ ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത്.
Synopsis means synopsis contains complex information efficiently without losing the vital concepts and arguments. It helps to develop critical thinking and give priority to the key information and avoid unnecessary details. Then it helps to maintain our memory, and it helps to communicate complex ideas very effectively. In academia, synopsis is a plan of our research that explaining the vitality, objectives, methodology, and structure. A common academic synopsis includes research vitality, objectives, methodology, and design. Okay, and synopsis is valuable for crystallizing complex information into brief and understandable forms. That's important. Okay, synopsis helps to allocate informations very briefly and in simple understandable forms. Then comes to format of synopsis. Okay, synopsis includes a title page, then a title page, then creating content page, then comes to introduction section, then comes to background of the study, then comes to research gap, then comes to different types of research gap like a classic literature gap, disagreement gap, contextual gap, methodical gap, then comes to research problem, then comes to research question, research objectives, then comes to significance of the study, then significance of the study, then literature review, then variables, then comes to research hypothesis, research methodology. So ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റിസർച്ച് ഹൈപ്പോത്തിസിസ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇത്രയും കൂടെ ചേരുമ്പോഴാണ് സിനോപ്സിസ് എന്ന് പറയുന്ന അത് ആ ഒരു കാര്യത്തിന്റെ കംപ്ലീറ്റ് ഒരു ഔട്ട്ലുക്ക് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സിനോപ്സിസിനെ പറ്റി ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതുക, ഫോർമാറ്റ് ഓഫ് സിനോപ്സിസ്, അതിൻ്റെ അകത്ത് എലമെന്റ്സ് എന്തൊക്കെയുണ്ട് അത് വ്യക്തമായിട്ട് എഴുതണം. നോക്കാം. The following points summarize the essential contents and components of a research synopsis. First, it includes a title page. ഒരു സിനോപ്സിസിന് അതിനൊരു ടൈറ്റിൽ പേജ് വേണം. ഇനി ടൈറ്റിൽ പേജിൽ എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. Title page should be concise, informative, and contain essential keywords. അത് നോക്കാം. It should be concise. It should be informative and consist of keywords. It must not be too long or too short and adhere to relevant information and conventions. Title page should include details like a writer's name, supervisor's name, department, school, institution. ഓക്കെ, ഇനി ഞാനിതൊന്ന് പറയാം. എൻ്റെ ടൈറ്റിൽ പേജിലേക്ക് വരുമ്പോൾ എന്താണ് ഞാൻ കൊടുക്കേണ്ട ഇൻഫർമേഷൻ ആണ് എൻ്റെ ടൈറ്റിൽ ഹെഡിങ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ടൈറ്റിൽ ഹെഡിങ് റീഡിഫൈനിങ് സെൽഫ് വിമൻ ബ്രസ്റ്റ് ക്യാൻസർ നറേറ്റീവ്സ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് എൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് വളരെ ഷോർട്ടായിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് എൻ്റെ പേര് കാണും. ഓക്കെ, റൈറ്റേഴ്സ് നെയിം രഹ്ന മോളസ്, എൻ്റെ ഗൈഡിൻ്റെ പേര് കാണും ഡോക്ടർ ക്ലാര ബി രേഷ്മ. ദെൻ ഞാൻ കണ്ടക്ട് ചെയ്ത് ഫാത്തിമ മാത നാഷണൽ കോളേജിൽ നിന്നാണ്. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, റിസർച്ച് ആൻഡ് പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. ദെൻ ഫാത്തിമ മാത നാഷണൽ കോളേജ്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള ട്രിവാൻഡ്രം. ഇത്രയും വെക്കുന്നതാണ് ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത്. ഒരിക്കലും ടൈറ്റിൽ ഹെഡിങ് ഒരുപാട് വലുതാകാനോ ഒരുപാട് ചെറുതാകാനോ പാടില്ല. ഒരു ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എക്സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എഴുതുക. ടൈറ്റിൽ പേജ് അതെന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി കൺസൈസ്, ഇൻഫോർമേറ്റീവ് ആൻഡ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ സം കീവേഡ്സ്, എസെൻഷ്യൽ കീവേഡ്സ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. It must not be too long or too short. It consists of a writer's name, supervisor's name, department, school, and institution. Then comes to creating a content page. Next, ഒരു content page ആണ് വരുന്നത്. A table of content serves as a guiding light for readers, providing structure and clarity. ഇതിലേക്ക് വരുമ്പോഴാണ് table of content വരുന്നത്. It outlines chapter titles, subsections with page numbers, making navigations and understandings easier. Table content is crucial for structuring and organizing synopsis. So, title page കഴിഞ്ഞ് next വരുന്നത് നമ്മൾ പറയത്തില്ല ഇൻഡെക്സ് പേജ് എന്ന് പറയാറില്ലേ, ആ ഇൻഡെക്സ് പേജ് ആണ് ഈ പറയുന്ന കണ്ടന്റ് പേജ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 2 അല്ലെങ്കിൽ 3 കോളം കാണും. 3 കോളമായിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ കരുതുക. ഓക്കെ, 3 കോളമായിട്ട് കരുതുമ്പോഴത്തേക്ക് ഫസ്റ്റ് കോളത്തിൽ സീരിയൽ നമ്പർ, സെക്കൻഡ് കോളത്തിൽ ഫോർ എക്സാമ്പിൾ പേജ് ടൈറ്റിൽ പേജ് ഓക്കെ പേജ് അല്ല സോറി കണ്ടന്റ് എന്താന്ന് എഴുതുക.
തേർഡ് പേജിലെ പേജ് നമ്പർ എന്ന് എഴുതും, പേജ് നമ്പർ. സോ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഫസ്റ്റിൻ്റെ അകത്ത് ഞാൻ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, പേജ് നമ്പർ എഴുതുന്നു. 1 to 2 വരുന്നത് എനിക്ക് ഇൻട്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് കോളം 2, അതിൻ്റെ അകത്ത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിറ്ററേച്ചർ റിവ്യൂ ആണ് ഞാൻ എഴുതുന്നെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ, അത് വരുന്നത് 3 to 4 പേജസ്. അങ്ങനെ ഞാൻ എഴുതുന്നതിനെയാണ് ക്രിയേറ്റിംഗ് കണ്ടന്റ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ആ ഒരു ടേബിൾ ഫോർമാറ്റ് നമ്മുടെ മനസ്സിൽ വന്നിരുന്നാൽ മതി. Okay, creating a content page means table of content that helps us to guide light for the readers. അന്നേരം പെട്ടെന്ന് തന്നെ ടൈറ്റിൽ പേജ് കഴിഞ്ഞ് ഇത് മറിക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നു, ഓ ഈ ലിറ്ററേച്ചർ റിവ്യൂ അവിടെയാണ് കിടക്കുന്നില്ലേ, കൺക്ലൂഷൻ 14th പേജിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ റെഫറൻസ് പറ്റി പറഞ്ഞിരിക്കുന്നത് 18th പേജിലാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് മറിച്ച് നോക്കാനുള്ള ഒരു പ്രവശ്യം കിട്ടുന്നു. അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. Then comes to introduction section. Introduction illuminates the research landscape, offering initial glimpses into the study focus. It simplifies complex ideas, making the subject more understandable. The introduction acts as a guiding beacon, directing readers towards comprehension. So, introduction എന്ന് പറയുന്നത് it illuminates the research landscape. റിസർച്ച് ലാൻഡ്സ്കേപ്പിനെ ഇലുമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഒരു ധാരണ, എന്താണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കോണ്ടെക്സ്റ്റ്, മീൻസ് ബാക്ക്ഗ്രൗണ്ട് കോണ്ടെക്സ്റ്റ് കൊടുത്തില്ലെങ്കിൽ കൂടി എന്തോ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ പോകും, അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഞാൻ എൻ്റെ റീഡറിനോട്. സോ ഇറ്റ് മസ്റ്റ് ബി in simple language. It simplifies complex ideas, making the subject more understandable. ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യത്തിന് വളരെ സിംപ്ലിഫൈ ചെയ്ത് ആൾക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയുന്നു. അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇത് ഗൈഡ്സ് ദ ബീക്കൺ. ഞാൻ ആൾക്കാരെ ഗൈഡ് ചെയ്ത് പോവുകയാണ്, ഇല്ലേ, ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് ആൾക്കാരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. Next is the background of the study. This section connects introduction to research topic, providing logical construction and reason for conducting the study. It must avoid the areas in topic and present clear valid motivation. സോ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് ഒരു കഥ പോലെ വളരെ ക്യാച്ചി ആയിട്ടുള്ള സെന്റൻസ് ഉപയോഗിച്ച് നമുക്ക് അതിങ്ങനെ എന്താ അവതരിപ്പിക്കാം. അതിനുശേഷം നമുക്ക് പറയേണ്ട കാര്യത്തിന് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി, നമ്മൾ പറയത്തില്ലേ വൈ ഐ സെലക്ട് ദിസ് ടോപ്പിക് ഫോർ ദ പർട്ടിക്കുലർ സ്റ്റഡി. സോ അങ്ങനെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാം. സോ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് കണക്ട്സ് ദ ഇൻട്രൊഡക്ഷൻ റിസർച്ച് ടോപ്പിക്കായിട്ട് ഇൻട്രൊഡക്ഷൻ കണക്ട് ചെയ്യുന്നു, ആൻഡ് പ്രൊവൈഡ്സ് എ ലോജിക്കൽ കൺസ്ട്രക്ഷൻ ആൻഡ് റീസൺ ഫോർ കണ്ടക്ടിങ് ദ സ്റ്റഡി. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടോപ്പിക് റിസർച്ചിന് വേണ്ടി സെലക്ട് ചെയ്തു, ഓക്കെ, അതിന്റെ ഒരു ലോജിക്കൽ കൺസ്ട്രക്ഷൻ നമ്മളവിടെ ചൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഫോർ എക്സാമ്പിൾ ഇതൊക്കെ കൂടുതലും എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ ജൂയിഷ് കൾച്ചറിനെ അല്ലെങ്കിൽ വേണ്ട അറബ് കൾച്ചറിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു വ്യക്തി എന്നിട്ട് അറബ് കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റിൽ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റോ അല്ലെങ്കിൽ ഖുറാനോ അങ്ങനെയൊക്കെയുള്ള കോണ്ടെക്സ്റ്റ് വരുമ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് എന്താണ് കണക്ഷൻ, ഓക്കെ, നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് ഇതിൻ്റെതായിട്ട് എന്തെങ്കിലും ഒരു നോളജ് ഉണ്ടോ, അതാണ് ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയിൽ അനലൈസ് ചെയ്യുന്നത്. Then comes to research gap. Identifies areas within the topic that are unexplored or unanswered by previous research. Common research gap include classic literature gap, disagreement gap, contextual gap, methodological gap. അന്നേരം റിസർച്ച് ഗ്യാപ്പ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ദ റിസർച്ച് ഗ്യാപ്സ് ആർ ഏരിയാസ് വിതിൻ ദ ടോപ്പിക് ദാറ്റ് ആർ അൺഎക്സ്പ്ലോർഡ് ഓർ അൺആൻസേർഡ് ബൈ പ്രീവിയസ് റിസർച്ച്. നേരത്തെ നടത്തിയിട്ടുള്ള ആൾക്കാർ ആൻസർ ചെയ്യാത്ത അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാത്ത ടോപ്പിക്കുകളെയാണ് നമ്മൾ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അവർ ചെയ്തിട്ട് പോയ മേഖലകളിൽ ഉണ്ടായ ഫൈൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അൺആൻസേർഡ് അൺഎക്സ്പ്ലോർഡ് മേഖലകളെ നമുക്ക് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയാം. It includes a classic literature, disagreement gap, contextual gap, methodological gap. Classic literature gap occurs when there is not enough researcher or a particular topic like a cultural significance or ancient artifact.
ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ദർ ഇസ് നോട്ട് ഇനഫ് റിസർച്ച് ഓൺ പർട്ടിക്കുലർ ടോപ്പിക് ലൈക്ക് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് അല്ലേ. ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ആർട്ടിഫാക്ട് എന്തുമായിക്കോട്ടെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആണ് നമ്മുടെ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ഫോർ എക്സാമ്പിൾ, വിദേശികൾ ഇവിടെ വന്നിട്ട് തെയ്യം കലാരൂപത്തെ പറ്റിയൊക്കെ പഠനം നടത്താറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആ നോവലിന്റെ പേര് ഞാൻ എനിക്ക് ഓർക്കുന്നില്ല. യെസ്, ജാസ്മിൻ അല്ല, അല്ല ജാസ്മിൻ അല്ല, ജാസ്മിൻ അല്ല, അനിത നായരുടെ മിസ്ട്രസ് എന്ന് പറയുന്ന വർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. അനിത നായരുടെ മിസ്ട്രസ്. മിസ്ട്രസ്സില് നമ്മൾ കണ്ടായിരുന്നു, അതിൻ്റെ അകത്തെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ആ പെൺകുട്ടി നാട്ടിലേക്ക് വരുന്ന എന്താണ്, കഥകളിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു വിദേശിയും വരുന്നുണ്ട് കഥകളിയെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏൻഷ്യൻ കൾച്ചറൽ ആർട്ടിഫാക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് R.K. നാരായണന്റെ നോവൽ ദ ഗൈഡ്. അതിൻ്റെ അകത്ത് മാർലോ എന്ന് പറയുന്ന കഥാപാത്രം മാൽഗുഡിയിലേക്ക് വരുന്ന കേവ് പെയിന്റിങ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള കാര്യമാണ് ഇല്ലേ. ഇതൊക്കെ നമ്മൾ പല നോവലുകളിൽ കേട്ടിട്ടുള്ളതാണ്. അന്നേരം അതുപോലെ തന്നെ ഏതെങ്കിലും കൾച്ചറൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യത്തിനെ പറ്റി പഠിക്കാൻ വരുന്നതിന് നമുക്ക് ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഗ്യാപ്പ് എന്ന് പറയാം. Then comes to disagreement gap. It happens when studies conflict with each other, such as different findings on link between social media use and mental health. സോ ഡിസഗ്രിമെന്റ് ഗ്യാപ്പ് നമുക്ക്, ഫോർ എക്സാമ്പിൾ, ഓൾറെഡി ആരെങ്കിലും പറഞ്ഞു വെച്ച ഒരു കാര്യം, ഓക്കെ, അവർ പബ്ലിഷ് ചെയ്തൊരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കോൺഫ്ലിക്റ്റുകളുണ്ട്, അത് നമ്മൾ രേഖപ്പെടുത്തുകയാണ് ഡിസഗ്രിമെന്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും സോ നമ്മൾ പറയത്തില്ല, സോഷ്യൽ മീഡിയ യൂസേജ് മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിസഗ്രിമെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഫൈൻഡിങ് ഔട്ട് തെറ്റുകളുണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫർദർ സ്റ്റഡീസ് ഒക്കെ വരും. Next come to contextual gap. Contextual gap arises when the researchers from one context can be applied to another like differences in leadership style between Western and Eastern work setting. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടുത്തെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇവിടുന്ന് LLB പഠിച്ചിട്ട് അവിടെ അമേരിക്കയിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടുത്തെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ പോയി പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അതുപോലെ ഇവിടുത്തെ LLB പഠിച്ചിട്ട് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടുത്തെ സിസ്റ്റം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ നടത്തുന്ന കാര്യങ്ങൾ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റാതാകും. ഇതിനെ നമുക്ക് കോണ്ടെക്സ്റ്റൽ ഗ്യാപ്പ് എന്ന് പറയാം. Then comes to methodological gap. It occurs when past research has limitations in its methods, like relying solely on quantitative data to analyze emotions in poetry. അല്ലേ, ഫോർ എക്സാമ്പിൾ, എല്ലാ കാര്യവും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റില്ല. പോയം നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ അതിന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് വരുന്നത്. ഒരു പോയത്തിൻ്റെ അകത്തുള്ള തീം, കണ്ടന്റ്, അതിൻ്റെ അകത്തുള്ള മെത്തേഡ്, അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച്, അതിൻ്റെ അകത്തെ റിതം, അതിൻ്റെ അകത്തെ ഇൻറ്റണേഷൻ, സ്ട്രെസ്, സിലബിൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോയം നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിനൊരിക്കലും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കില്ല ഇല്ലേ. അതെന്താ പറയുന്നത്, പൂർണ്ണമായിട്ട് ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ്. അത് തന്നെയാണ് പറയുന്നത്, എല്ലായ്പ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളെയും ക്വാണ്ടിറ്റേറ്റീവ്ലി സ്റ്റഡി ചെയ്യാൻ സാധിക്കില്ല. അത് മെത്തഡോളജിക്കൽ ഗ്യാപ്പിലേക്ക് വരുന്നതാണ്. സോ ഇങ്ങനെ പലതരത്തിലുള്ള ഗ്യാപ്പ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ക്ലാസിക് ലിറ്ററേച്ചർ ഗ്യാപ്പ്, ഡിസഗ്രിമെന്റ് ഗ്യാപ്പ്, കോണ്ടെക്സ്റ്റൽ ഗ്യാപ്പ്, മെത്തഡോളജിക്കൽ ഗ്യാപ്പ്. Then comes to the research problem. എന്താണ് റിസർച്ച് പ്രോബ്ലം? It defines research problem defines the area of concerns or troubling questions that research will address. It should remain focused, not excessively broad, not overly narrow. ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ് ഒരു റിസർച്ച് മേഖലയെ അഡ്രസ്സ് ചെയ്ത് നമ്മളെ ബാധിക്കുന്ന, നമ്മളെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അത് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. ഒരു ബ്രോഡ് ഏരിയ കവർ ചെയ്യുന്നതല്ല, പക്ഷേ ആ ഏരിയ ഒന്ന് ചുരുക്കി പിടിച്ച് അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ റീഡിഫൈനിങ് സെൽഫ് വിമൻ ബ്രസ്റ്റ് ക്യാൻസർ നറേറ്റീവ്സ് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് തന്നെ എൻ്റെ ഒരു ബ്രോഡ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്,
ക്യാൻസർ നറേറ്റീവ്സ്. അതിൽ നിന്ന് ഞാൻ ചുരുക്കി ബ്രസ്റ്റ് ക്യാൻസർ നറേറ്റീവ്സിലേക്ക് കൊണ്ടുവന്നു. അതിൽ തന്നെ ഫെമിനിസം ആണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത്രയും നാരോ മൈൻഡഡ് ആയിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ നാരോ മൈൻഡഡ് നാരോ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഫെമിനിസം തിയറി അപ്ലൈ ചെയ്തു. അന്നേരം ഫോക്കസ്ഡ് ആയി, അന്നേരം എനിക്ക് റിസർച്ച് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്, ഈ ഇങ്ങനെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ നറേറ്റീവ്സിലേക്ക് ഫെമിനിസം അപ്ലൈ ചെയ്യുമ്പോൾ ഇതെങ്ങനെ പ്രാക്ടിക്കബിൾ ആകും, നമുക്കതെങ്ങനെ വീക്ഷിക്കാൻ പറ്റും, അതാണ് എൻ്റെ റിസർച്ച് പ്രോബ്ലം ആയിട്ട് വരുന്നത്. Then comes to research question. A research question guides the research focus must be single focused, researchable, feasible, specific, complex enough for a paper or thesis and relevant. ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് റിസർച്ച് ഫോക്കസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഫീസിബിൾ ആയിരിക്കണം. ഫീസിബിൾ മീൻസ് എന്താണ്, നമുക്ക് ഒരു ടൈം പീരീഡിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നതായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, കോംപ്ലക്സ് ഇനഫ് ഫോർ പേപ്പർ അല്ലേ, വളരെ സിമ്പിൾ ആകരുത്, പക്ഷെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു തീസിസോ ഡെവലപ്പ് ചെയ്യാൻ പാകത്തിൽ അത് റിസർച്ച് ക്വസ്റ്റ്യൻ അത് കോംപ്ലക്സും ആയിരിക്കണം. ഒറ്റ കാര്യത്തിന് ബേസ് ചെയ്ത് വളരെ റെലവെന്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പ്രത്യേക ഫീസിബിൾ മീൻസ് ഒരു ടൈം പീരീഡിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒന്നായിരിക്കണം നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. Research objectives എന്താണ്? Research objectives are intended outcomes of research, providing guidance and direction throughout the research process. ഞാൻ ഇങ്ങനെ റിസർച്ച് നടത്തിയാൽ എനിക്ക് കിട്ടാവുന്ന ഔട്ട്കം എന്തൊക്കെയാണ്? ഓക്കെ, ഇങ്ങനെ ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടാവുന്ന പോസിബിൾ ഔട്ട്കം എന്തൊക്കെയാണ്? അതിനെ പറ്റി പറയുന്നതാണ് റിസർച്ച് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻ ത്രൂ ദ റിസർച്ച് പ്രോസസ്. ഞാൻ ഈ റിസർച്ചിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, സോ ഇതൊക്കെയാണ് റിസർച്ച് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. Then the significance of the study, ഒരു സിനോപ്സിസ് നമ്മൾ എഴുതേണ്ടതാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി, ഈ റിസർച്ചിന്റെ പ്രാധാന്യം എന്താണ്, ചുമ്മാ അതങ്ങ് നടത്തിയാൽ പോരാ ഇല്ലേ, ഓരോ റിസർച്ചിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അന്നേരം എന്റെ റിസർച്ചിന്റെ പ്രാധാന്യം എന്താണ്, അതാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡിയിൽ രേഖപ്പെടുത്തേണ്ടത്. The significance of study focus on why the research matters and impact it to have in the specific field. ഈ ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ എൻ്റെ റിസർച്ച് എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത്, അതാണ് ഞാൻ അവിടെ ആദ്യം തന്നെ സൂചിപ്പിക്കേണ്ടത്. It highlights the contributions the research can make both theoretically and practically. അതുപോലെ തന്നെ എൻ്റെ റിസർച്ച് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണ് തിയറട്ടിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ഈ ഒരു ഫീൽഡിൽ തരുന്നത്. Theoretical contribution involving advancing existing theories to logical analysis and evidence. Okay, തിയറട്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തിയറട്ടിക്കൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള തിയറിയിൽ എൻ്റെ പല പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, ലോജിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നു, അതിനൊക്കെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പ്രൂവ് ചെയ്യാനും എനിക്ക് സാധിക്കും. അപ്ലൈഡ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കോൺട്രിബ്യൂഷൻ കൊണ്ട് റെഫർ ചെയ്യുന്നത് is the using a theoretical model in the new context, often in a practical setting, to gain new insights and to solve real world problems. ഇല്ലേ, ഓൾറെഡി തിയററ്റിക്കൽ ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തിയററ്റിക്കൽ ആയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുകയും അതിൽ നിന്ന് പുതിയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുകയും അത് റിയൽ വേൾഡ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ചില കാര്യങ്ങൾ തിയററ്റിക്കലായിട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഞാനത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്ത് ശരിക്കും അത് അങ്ങനെ വർക്കൗട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും, അത് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി എല്ലാ റിസർച്ചിന്റെ മേഖലകളിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ഗീവ് കോൺട്രിബ്യൂഷൻസ് ടു ദ റിസർച്ച് ബോത്ത് തിയററ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി. Then literature review. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തെല്ലാം വായിച്ചിട്ടുണ്ട് അതാണ് വരുന്നത്. എ ലിറ്ററേച്ചർ റിവ്യൂ എക്സാമിൻസ്. ലിറ്ററേച്ചർ റിവ്യൂ എന്താണെന്ന് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, 2 മാർക്സ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. എ ലിറ്ററേച്ചർ റിവ്യൂ എക്സാമിൻസ് അക്കാഡമിക് സോഴ്സസ് റിലേറ്റഡ് ടു റിസർച്ച് ടോപ്പിക്, പ്രൊവൈഡിങ് ഇൻസൈറ്റ്സ്, കോണ്ടെക്സ്റ്റ് ആൻഡ് ഹെൽപ്പിംഗ് കണക്ട് ദ സ്റ്റഡി ടു എക്സിസ്റ്റിംഗ് നോളജ്. ഇല്ലേ, ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് ബേസ് ചെയ്ത് എന്തൊക്കെ സ്റ്റഡീസ് വന്നിട്ടുണ്ട്, കോണ്ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, റിസർച്ച് ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സോഴ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇതിനൊക്കെ എക്സാമിൻ ചെയ്യുന്ന ഒന്നാണ് നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയാം.
അന്നേരം ഇപ്പോഴുള്ള ഓൾറെഡിയുള്ള എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളുമായിട്ട് നടത്തുന്ന സ്റ്റഡീസിനെയും ഓക്കെ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയാം. It should be presented as an analysis, not just a compilation of sources. കുറെ കാര്യങ്ങൾ ചുമ്മാതെ അങ്ങ് പറഞ്ഞു വെക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെല്ലാം ഒരു അനാലിസിസ് പോലെ എല്ലാത്തിനും ഒന്ന് വിശകലനം ചെയ്യാൻ നമ്മൾ അവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഓരോ വർക്ക് എടുത്തിട്ട് അതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അതെങ്ങനെ എൻ്റെ ഈ പ്രസന്റ് സ്റ്റഡിയായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും, ആ സ്റ്റഡിയിൽ എന്ത് റിസർച്ച് ഗ്യാപ്പാണ് ഞാൻ കണ്ടെത്തിയത്, അത് എങ്ങനെയാണ് എൻ്റെ വർക്കുമായിട്ട് കണക്ട് ആക്കാൻ എനിക്ക് സാധിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത്. Composing a literature review includes the 5 essential stages. Okay, ഒരു ലിറ്ററേച്ചർ റിവ്യൂ തയ്യാറാക്കുമ്പോൾ അതിന് 5 സ്റ്റേജസുകളുണ്ട്. കണ്ടക്ടിങ് എ സെർച്ച് ഫോർ റെലവൻറ്റ് ലിറ്ററേച്ചർ. ആദ്യം നമുക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചർ അതിനെ കണ്ടെത്തുക. Then evaluating the selected source for its credibility and reliability. ചുമ്മാ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ ഓപ്പൺ ആക്സസ് സോഴ്സസ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാരാളം ജേർണൽസുകൾ ഇപ്പൊ നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ജേർണൽ ആർട്ടിക്കിൾസ് നമുക്ക് ഓപ്പൺ ആയിട്ട് പബ്ലിഷ് ചെയ്യാനുണ്ട്. അന്നേരം നമ്മൾ നെറ്റിൽ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതാ വന്നു എനിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ഇതാ കിട്ടി എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അത് അതിന്റെ ക്രെഡിബിലിറ്റി, അതിന്റെ റിലയബിലിറ്റി, അതിന്റെ വാലിഡിറ്റി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അതിലേക്ക് പോകാൻ സാധിക്കൂ. അന്നേരം ഒരു വർക്കിന്റെ ക്രെഡിബിലിറ്റി ഇങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യം ബ്ലോക്ക് യൂണിറ്റ് 4 നമ്മൾ പഠിക്കുന്നുണ്ട്. Identifying the recurring themes, ongoing debates and research gaps within the literature. ഒരു ലിറ്ററേച്ചറിൽ കണ്ടിന്യൂ ചെയ്തു വരുന്ന തീമുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിബേറ്റുകൾ, അങ്ങനെ ആ ഫീൽഡിലുണ്ടാകുന്ന റിസർച്ച് ഗ്യാപ്പുകൾ, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ നമുക്ക് സാധിക്കും. മീൻസ് ഞാനിപ്പം എൻ്റെ തീസിസ് തന്നെ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ള എന്താണ്, ലൈഫ് നറേറ്റീവ്സ് ആണ്. ലൈഫ് നറേറ്റീവ്സിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ നറേറ്റീവ്സുകൾ വായിച്ചിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് വായിക്കുന്നു. അന്നേരം ഈ ഒരു തീമിലാണ് ഞാൻ സ്റ്റഡി നടത്തുന്നത്. അന്നേരം ഈ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഓതേഴ്സും എങ്ങനെയാണ് ഡിബേറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ അവർ അനലൈസ് ചെയ്തിട്ടുള്ള, ഏതൊക്കെ ആംഗിളിൽ അവർ അനലൈസ് ചെയ്തിരിക്കുന്നു, ഇതിൽ നിന്നെല്ലാം എൻ്റെ വർക്ക് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്ങനെ എനിക്ക് പരസ്പരം കണക്ട് ചെയ്യാനും എൻ്റെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനും ഇങ്ങനെയുള്ള ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ സാധിക്കും. ഔട്ട്ലൈൻ സ്ട്രക്ചർ ടു ഓർഗനൈസ് ദ റിവ്യൂ ഇഫക്റ്റീവ്ലി. അതുപോലെ തന്നെ എൻ്റെ റിവ്യൂ ഇഫക്റ്റീവായിട്ട് ഓർഗനൈസ് ചെയ്യാൻ ഇതിൻ്റെ ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ സാധിക്കും. ഫൈനലി ദ റൈറ്റിംഗ് ദ ലിറ്ററേച്ചർ റിവ്യൂ ഇറ്റ്സെൽഫ്. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം വായിച്ചതിന് ശേഷം നമ്മൾ തന്നെ ലിറ്ററേച്ചർ റിവ്യൂ തയ്യാറാക്കും. അന്നേരം അതിൻ്റെ കമ്പോസ് ചെയ്യുന്ന മെത്തേഡ് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് 5 essential stages. ഫസ്റ്റ് നമുക്ക് അനുയോജ്യമായ ലിറ്ററേച്ചർ റിവ്യൂസ് മീൻസ് റെലവൻറ്റ് ലിറ്ററേച്ചർ കണ്ടെത്തുക. ആ റെലവൻറ്റ് ലിറ്ററേച്ചറിനെ ചുമ്മാതെ നമ്മൾ വായിക്കരുത്, അതിന്റെ ക്രെഡിബിലിറ്റി റിലയബിലിറ്റി ചെക്ക് ചെയ്യുക. മീൻസ് ആ ഓതർ നേരത്തെ എന്തെങ്കിലും വർക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, ഇത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ജേർണലുകളിലാണോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഇമ്പാക്ട് ഫാക്ടർ ഉള്ള ജേർണലാണോ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതിനോടൊപ്പം തന്നെ അതിന്റെ തീം അനലൈസ് ചെയ്യുക, ഡിബേറ്റ്, അതിൻ്റെ അകത്ത് അവരുടെ ആർഗ്യുമെന്റ്സുകൾ നോക്കുക, അതിൻ്റെ അകത്ത് റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ഔട്ട്ലൈൻ തയ്യാറാക്കുക. എന്നിട്ട് നമുക്ക് ആ വർക്കിനെ പറ്റിയിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ എഴുതാം. Then comes to variables. Variables in research are characteristics or attributes that can change over time or the context. അല്ലേ, ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കാലക്രമേണ മാറി വരുന്ന ഒന്നാണ്, റിസർച്ചിൽ മാറി വരുന്ന ഒന്നാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ വേരിയബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഞാൻ എടുക്കുന്ന സ്റ്റഡികൾ, ഞാൻ എടുത്തിട്ടുള്ളത് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്, മൂവീസ് എടുത്തിട്ടുണ്ട്, മെമ്മേഴ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫീസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ വേരിയബിൾസ് ആണ്. ഓരോ ആൾക്കാരുടെ സ്റ്റഡീസിലും അവരുടേതായ വേരിയബിൾസ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന പ്രൈമറി മെറ്റീരിയൽസുകൾ. There are 4 main types of variables. First, independent variables, dependent variables, moderating variables, mediating variables. ഇത് നിങ്ങൾക്ക് 2 marks ചോദിക്കാം. Okay, what are the different types of variables? Independent, dependent, moderating, mediating. ഇനി നോക്കാം. Independent variables are cause in relationship lead to changes in other variables. Independent variables എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കാരണം ഉണ്ടാക്കുകയാണ്, അവ മറ്റുള്ളവയിലേക്ക് വിരൽ ചൂണ്ടുന്നു.
ഫോർ എക്സാമ്പിൾ, അഡ്ജസ്റ്റിംഗ് വൺ ഡയറ്റ് വേരിയബിൾ എ ക്യാൻ റിസൾട്ട് ഇൻ വെയിറ്റ് ലോസ് ഓർ ഗെയിൻ. ഇല്ലേ, നമ്മളിപ്പോ പറയാം, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റൊന്നിൽ റിസൾട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഞാൻ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ണം കുറയും. ഡയറ്റ് എടുത്താൽ വണ്ണം കുറയും. ഒന്നിന് കാരണമായി തീരുന്നു എന്നെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇനി ഒന്നിലേക്ക് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ പഠിപ്പിക്കുന്നു. ആ ടീച്ചറിന്റെ പഠന രീതി മെച്ചപ്പെടുത്തിയാൽ സ്റ്റുഡന്റിന്റെ സ്കോഴ്സിൽ മാറ്റമുണ്ടാകും. ഓക്കെ, അന്നേരം സ്റ്റുഡൻറ് സ്കോഴ്സ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ടീച്ചിങ് മെത്തേഡ്സ്. ടീച്ചിങ് മെത്തേഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന സ്റ്റുഡന്റിന്റെ സ്കോർ എന്ന് പറയുന്നത് ഒന്നിന്റെ അത് എഫക്റ്റ് ആണ് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത്. ടീച്ചർ ആദ്യം ക്ലാസ്സിൽ വന്നു, ഒരു ലെക്ചറിങ് മെത്തേഡ് നടത്തിപ്പോയി, സ്റ്റുഡൻസിന് അത് നന്നായിട്ട് ഗ്രാസ്പ് ആയില്ല. ടീച്ചർ സെക്കൻഡ് ടൈം അതേ മാറ്റർ കൊണ്ടുവരുന്നു, എന്നിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. ടീച്ചർ ഒരുപാട് പ്ലക്കാർഡുകൾ കാണിക്കുന്നു, ചാർട്ടുകൾ കാണിക്കുന്നു, അതിനെ നമ്മുടെ AI മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്നു, അതിന് വിഷ്വൽ റെപ്രസെന്റേഷൻ ക്ലാസ്സിൽ കൊടുക്കുന്നു, കുട്ടികൾക്ക് കഥയായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അവർക്ക് അന്നേരത്തേക്ക് കൂടുതൽ അത് മനസ്സിലാകും. അന്നേരം ടീച്ചിങ് മെത്തേഡ് ചേഞ്ച് ചെയ്തപ്പോൾ സ്റ്റുഡൻസിന്റെ അണ്ടർസ്റ്റാൻഡിങ് കൂടി. അന്നേരം ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന് നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. അന്നേരം ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിളും ഒരു കാരണമായി തീരുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കുക, ഇത് ചോദിക്കാം. Then comes to moderating variable. Moderating variables influence the relationship between independent and dependent variables, affecting the strength and direction of this relationship. Moderating variables എന്ന് പറയുന്നത് it influence the relationship between independent and dependent variable. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കാണിക്കുന്നതാണ് നമ്മുടെ മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇറ്റ് അഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ്. ഇതെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളിന്റെ സ്ട്രെങ്തിനെ അനലൈസ് ചെയ്യുന്നു. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ, ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ, ഇങ്ങനെയൊക്കെയാണ് മോഡറേറ്റിംഗ് വേരിയബിൾ കാണിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻ എ സ്റ്റഡി ഓൺ സ്ലീപ്പ് ഡിപ്രിവിയേഷൻ ഇമ്പാക്ട് ഓൺ അക്കാഡമിക് പെർഫോമൻസ്, ജെൻഡർ ക്യാൻ ബി എ മോഡറേറ്റിംഗ് വേരിയബിൾ. ഒരു സ്ലീപ്പ് ഡിപ്രിവിയേഷൻ, അക്കാഡമിക് പെർഫോമൻസിൽ സ്ലീപ്പ് ഡിപ്രിവിയേഷനെ പറ്റി പഠനം നടത്തുമ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റിംഗ് വേരിയബിൾ ആയിട്ട് കാണിക്കും. ഫോർ എക്സാമ്പിൾ, പല കാരണങ്ങൾ കൊണ്ടുവരാം. ഇപ്പം നമ്മൾ പറയാറില്ലേ, വീട്ടിൽ ചേട്ടൻ പറയുന്നതിന് മുമ്പ് കിടന്നുറങ്ങും, അങ്ങനെയൊക്കെ എന്തോ അറിയണം ഇല്ലേ. പക്ഷെ വീട്ടിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കാൻ കിടക്കുന്നു. മക്കളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിൽ ഗ്യാസ് അണച്ചോ നോക്കണം, കുക്കറി ചോറ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോ നോക്കണം. സോ കിടന്നാലും ഉറക്കം വരത്തില്ല. സോ ജെൻഡർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ സ്ലീപ്പ് ഡിപ്രിവിയേഷനെ സംബന്ധിച്ച് വരുന്നുണ്ട്, സ്റ്റഡികൾ കാണിക്കുന്നുണ്ട്. Then mediating variables. Mediating variables explain the link between independent and dependent variables, shedding light on why certain relationship exist. അന്നേരം മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് മോഡറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അതിന് എങ്ങോട്ട് എങ്ങനെ സ്ട്രെങ്ത് ആണോ വീക്കൻഡ് ആണോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. While mediating variable എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നു. ഓക്കെ, ലിങ്ക് ബിറ്റ്വീൻ, ഇതിന്റെ ഒരു കണക്ഷൻ കാണിക്കുന്നു. ആൻഡ് ഷെഡിങ് ലൈറ്റ് ഓൺ വൈ സർട്ടൻ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്, എന്തുകൊണ്ടാണ് ഇത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻ റിസർച്ച് ഓൺ ദി ഇമ്പാക്ട് ഓഫ് ഏജ് ഓൺ ജോബ് സാറ്റിസ്ഫാക്ഷൻ, എഡ്യൂക്കേഷൻ ലെവൽ മേ ആക്ട് ആസ് എ മീഡിയേറ്റിംഗ് വേരിയബിൾ. നമ്മൾ പറയത്തില്ലേ, ചില നല്ല ജോലികൾ കിട്ടാൻ നല്ല എഡ്യൂക്കേഷൻ ആവശ്യമാണ്. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ, ഇപ്പം കോളേജിൽ തന്നെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് പിന്നെ PG പാസ്സായിരിക്കണം, നെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലേ. ആ ഒരു എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലെവൽ ഓഫ് ജോബ്, മിനിമം എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി എന്നാണ് പറയുന്നത് ലെവല്. അന്നേരം അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഇത് നമുക്ക് കിട്ടുകയുള്ളൂ, ആ ഒരു വാതിൽ തുറക്കത്തുള്ളൂ. അന്നേരം ആ ഒരു ജോബും ആ പർട്ടിക്കുലർ എഡ്യൂക്കേഷൻ ലെവലും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറ്റി സ്റ്റഡി നടത്തുന്നതാണ് മീഡിയേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. അന്നേരം ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അന്നേരം ഏതൊക്കെയാണ് വേരിയബിൾസ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, മോഡറേറ്റിംഗ് വേരിയബിൾ, മീഡിയേറ്റിംഗ് വേരിയബിൾ.
Then comes to research hypothesis. Hypothesis are statements. ഇത് ചോദിക്കാം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്താണ്? ഹൈപ്പോത്തിസിസ് ആർ സ്റ്റേറ്റ്മെന്റ്സ് ഔട്ട്ലൈനിങ് എക്സ്പെക്റ്റഡ് ഔട്ട്കം ടു ബി ടെസ്റ്റഡ് ത്രൂ റിസർച്ച്. അപ്പോൾ റിസർച്ചിൽ കൂടെ നമുക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്കം കിട്ടാൻ സാധിക്കുന്ന മേഖലകളെ നമുക്ക് റിസർച്ച് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. നമ്മൾ പറയത്തില്ലേ എൻ്റെ ഒരു ഊഹം എന്ന് വെച്ചാൽ അതാണ്, എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള റിസൾട്ട് അതാണ്. ഓക്കെ, അതാണ് ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് ഔട്ട്കം അറ്റ് ദി എൻഡ് ഓഫ് ദ റിസർച്ച്. ഈ റിസർച്ചിന്റെ എൻഡിൽ കിട്ടാവുന്ന എക്സ്പെക്റ്റഡ് ഔട്ട്കം, ആ ഒരു വാക്ക് നിങ്ങൾ എഴുതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എക്സ്പെക്റ്റഡ് ഔട്ട്കം അറ്റ് ദി എൻഡ് ഓഫ് ദ റിസർച്ച് ഇസ് കാൾഡ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. They guide and focus the research process, providing a foundation for investigation. ഇല്ലേ, നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് തന്നെ എന്താണ്? റിസർച്ച് ഹൈപ്പോത്തസിസ് ആണ്. അല്ലാതെ റിസർച്ചിന് ഇറങ്ങുമ്പോൾ ഞാൻ എന്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്, ഈ എന്തിലേക്കാണ് എത്തിച്ചേരേണ്ടത് അത് തന്നെയാണ് റിസർച്ച് ഹൈപ്പോത്തസിസ്. ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സോ ആ എക്സ്പെക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് എന്നെ നടന്ന് അടുപ്പിക്കാൻ അത് സഹായിക്കുന്നു. Then comes to research methodology. Research methodology details the procedures and technique for identifying, selecting, processing and analyzing information. Research methodology എന്ന് പറയുന്നത് it details the procedures and techniques. ഇല്ലേ, it includes some procedures and technique for identifying, selecting, processing and analyzing information. ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള ഇൻഫർമേഷൻസിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു. അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ വീണ്ടും അനലൈസ് ചെയ്യും. ഈ ഒരു ടെക്നിക്കിനെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയാം. സോ ഇത് പലതരത്തിൽ റിസർച്ച് മെത്തഡോളജി വർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. It acts as a road map guiding the research through data collection and analysis procedures. അല്ലേ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു സിനോപ്സിസ് എന്ന് പറഞ്ഞ റോഡ് മാപ്പ് ആണ്. അതിൻ്റെ അകത്ത് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുമ്പോഴാണ് അതിന്റെ മെയിൻ കമ്പോണന്റ് ആണ് റിസർച്ച് മെത്തഡോളജി. അവിടെ വരുമ്പോഴാണ് ഞാൻ ഈ സ്റ്റഡി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നടത്തണോ അതോ ഈ സ്റ്റഡി ക്വാളിറ്റേറ്റീവ് ആയിട്ട് നടത്തണോ, ഈ സ്റ്റഡി തിയറട്ടിക്കൽ ആയിട്ട് നടത്തണോ അതോ പ്രാക്ടിക്കൽ ആയിട്ട് നടത്തണോ, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ എപ്പോഴാണ്? ഈ റിസർച്ച് മെത്തഡോളജി ബേസ് ചെയ്തിട്ടാണ്. ഈ റിസർച്ച് മെത്തഡോളജിയിലാണ് കേട്ടോ ഡേറ്റ കളക്ഷനും അനാലിസിസും ഒക്കെ വരുന്നത്. അവിടെയാണ് നമ്മൾ പല ഡേറ്റകളെയും ഇപ്പം സർവേ മെത്തേഡ് എടുക്കണോ അതോ ഇന്റർവ്യൂ എടുക്കണോ അതോ ക്വസ്റ്റ്യനർ ചെയ്യണോ അതോ ബുക്ക് വായിച്ച് അനലൈസ് ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് റിസർച്ച് മെത്തഡോളജിയിലാണ്. Then key components of research design includes population, sample design, technique, data collection procedures and measures for variable. ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നതും കീ കമ്പോണന്റ് ഇവിടെയാണ് വരുന്നത്. കീ കമ്പോണന്റ് ഒരു റിസർച്ച് ഡിസൈനിന്റെ കീ കമ്പോണന്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് റിസർച്ച് ഡിസൈൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് ഫോർ സ്റ്റഡി ഡിറ്റർമിനിങ് data collection and analysis method to ensure reliable results, including the choice of cross-sectional or longitudinal approaches and time horizon. കഴിഞ്ഞ ബ്ലോക്ക് 1 യൂണിറ്റ് 4 നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് റിസർച്ച് ഡിസൈനെ കുറിച്ച് പഠിച്ചിരുന്നു. ഓക്കെ, അന്നേരം ഇത് അതിന്റെ എല്ലാം ചെറിയൊരു പാർഷനാണ് വരുന്നത്. ഈ കമ്പോണൻസ് ഓഫ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ വരുന്നുണ്ട്, പോപ്പുലേഷൻ വരുന്നുണ്ട്, സാമ്പിൾ സൈസ് വരുന്നുണ്ട്, ടെക്നിക്ക് വരുന്നുണ്ട്. അതിൻ്റെ അത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ദ സ്റ്റഡി ആണ്. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിനിങ് ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് മെത്തേഡ്സ്. ഇതിൻ്റെ അകത്ത് ഡേറ്റ കളക്ഷനും അനാലിസിസും വരുന്നുണ്ട്. ആൻഡ് ഹെൽപ്സ് ടു എൻഷുർ റിലയബിൾ റിസൾട്ട് ഇൻക്ലൂഡിംഗ് ചോയ്സ് ഓഫ് ക്രോസ് സെക്ഷണൽ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ അപ്രോച്ച്. ക്രോസ് സെക്ഷണൽ സ്റ്റഡി നടത്തിയോ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി, ഏത് തരത്തിലുള്ള സ്റ്റഡി നടത്തിയാലും ശരി, അതിൽ നിന്ന് റിലയബിൾ റിസൾട്ടിലേക്ക് എത്തിച്ചേരുക, ഡേറ്റ കളക്ട് ചെയ്ത് റിലയബിൾ റിസൾട്ടിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ഒരു ഇതാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയുടെ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ഇനി പോപ്പുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? Population defines target group, allowing the generalizability and specifies the sectors of focus such as banking, education or textile. Okay. Now, for example, ഞാനിപ്പം സ്റ്റഡി ചെയ്യാൻ എടുക്കുമ്പോൾ എൻ്റെ ഇത് വരുന്നത് പേഷ്യൻസ് ഗ്രൂപ്പാണ് വരുന്നത്. അതിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിനെ എടുത്തിട്ടാണ് ഞാൻ സ്റ്റഡി ചെയ്യുന്നത്. അന്നേരം പോപ്പുലേഷൻ അതാണ് വരുന്നത്, എൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പ് അതാണ്. നമ്മൾ ഏതിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റ് ഗ്രൂപ്പിനെ പോപ്പുലേഷൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, ആ ടാർഗറ്റ് ഗ്രൂപ്പ് ഇപ്പൊ എനിക്ക് ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള എല്ലാവരെയും അങ്ങ്
ഇന്റർവ്യൂ നടത്താൻ പറ്റത്തില്ല. അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റഡി നടത്തുന്നു. എന്നിട്ട് അവരുടെ ഫൈൻഡിങ് ഔട്ട്സിനെ ഞാൻ ജനറലൈസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർക്കെല്ലാം ഇങ്ങനെയാണ് ഇത് അനുഭവിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബാങ്കിങ് സെക്ടറിലുള്ള ആൾക്കാരെ എടുത്ത് നമുക്ക് സ്റ്റഡി നടത്താം. എഡ്യൂക്കേഷൻ സെക്ടറിൽ, ടെക്സ്റ്റൈൽ, ഇത് എന്തിലും ആയിക്കോട്ടെ, അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് നമ്മൾ സ്റ്റഡി നടത്തുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് സ്റ്റഡി നടത്തുന്നത് PG ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയെ കുറിച്ചിട്ടാണ്. PG ക്ലാസ്. ഓക്കെ, അന്നേരം അവര് എയ്ഡഡ് കോളേജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എയ്ഡഡ് കോളേജിലുള്ള PG ക്ലാസ്സിലുള്ള കേരളത്തിലെ കുട്ടികളുടെ പ്രൊഫിഷ്യൻസി. അന്നേരം നമുക്ക് 3 പാർട്ടുകളായിട്ട് കേരളത്തിന് തിരിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകൾ, വടക്കൻ ജില്ലകൾ, മധ്യ കേരളം, ഇല്ലേ? അന്നേരം ഇതിൽ നിന്ന് തന്നെ എല്ലാ കോളേജുകൾസും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഇറ്റ്സ് ഫീസിബിൾ അല്ല, ടൈം ബൗണ്ട് ആകത്തില്ല, ഇല്ലേ? അതുകൊണ്ട് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്ക് സ്പീക്കിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ഇത്രയും 4 പ്രൊഫിഷ്യൻസി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള 5 കോളേജ്, വടക്കൻ ജില്ലയിൽ നിന്നുള്ള 5 കോളേജ്, മധ്യ കേരളത്തിൽ നിന്നുള്ള 5 കോളേജുകൾ, ഓക്കെ, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇത് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള 3 എയ്ഡഡ് കോളേജുകൾ എടുക്കണം. അതിൽ നിന്ന് തെക്കൻ ജില്ലകളിൽ നിന്ന് ഒരു 100 സ്റ്റുഡൻസ്, വടക്കൻ ജില്ലകളിൽ നിന്ന് 100 സ്റ്റുഡൻസ്, ഓക്കെ, അങ്ങനെ ഈക്വൽ ആയിട്ട് 300 സ്റ്റുഡൻസുകളിൽ പഠനം നടത്തിയിട്ട് ആ 300 സ്റ്റുഡൻസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, ആ വ്യക്തി കേരളത്തിലെ കുട്ടികളുടെ നിലവാരം ഇങ്ങനെയാണ്, അവരുടെ പ്രൊഫഷൻസി ഇങ്ങനെയാണെന്നുള്ള ജനറലൈസബിൾ ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിച്ചു. ഇതാണ് ഇവർ ഇവിടെ ചെയ്യുന്നത്. Then sample size and technique. It influences the quality of results with a larger random sample size, offering more generalizability. സാമ്പിൾ സൈസ്, ക്വാളിറ്റി, റിസൾട്ട് കൊടുത്ത് റാൻഡം ആയിട്ട്, ഞാൻ ഈ പറഞ്ഞില്ലേ, റാൻഡം ആയിട്ട് സ്റ്റഡി നടത്തിയിട്ട് ജനറലൈസ് ചെയ്യണം. Data collecting procedures outline the systematic process including tools, data sources, timing protocols, ethical consideration for gathering, storing and using data. സോ ഡേറ്റാസ് അവർ ഗ്യാദർ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നു. നമ്മുടെ പ്രോട്ടോകോൾസ് അനുസരിച്ച് സമയാസമയങ്ങളിൽ ചെയ്യേണ്ട രീതിയിലായിരിക്കണം ഡേറ്റ കളക്ട് ചെയ്ത് പ്രോസസ് ചെയ്യേണ്ടത്. Then measures. It involves defining how variables are measured. Specific scales like a 7-point Likert scale or independent mediator, dependent moderator variables based on previous studies. അല്ലെങ്കിൽ പലതരത്തിൽ നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, ലൈക്കേർട്ട് സ്കെയിൽ ഉണ്ട്, 7-point സ്കെയില്, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള സ്കെയിലുകളുണ്ട്. ആ സ്കെയിലിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കിട്ടുന്ന ഡേറ്റയെ അനലൈസ് ചെയ്യാം. ഇത്രയുമാണ് ഒരു റിസർച്ച് ഡിസൈനിൽ ചോദിക്കുന്നത്. അന്നേരം ഇതിന്റെ കീ പോയിന്റ്സ് ഓഫ് റിസർച്ച് മെത്തഡോളജി ഇൻക്ലൂഡ്സ് റിസർച്ച് ഡിസൈൻ, പോപ്പുലേഷൻ, സാമ്പിൾ സൈസ്, ടെക്നിക്, ഡേറ്റ കളക്ഷൻ പ്രൊസീജിയേഴ്സ് ആൻഡ് മെഷേഴ്സ്. ദെൻ എക്സിക്യൂട്ടീവ് സമ്മറി. നമുക്കത് ചോദിക്കും, എക്സിക്യൂട്ടീവ് സമ്മറി. Executive summaries provide a concise, focused overview of a project, document, or study, catering to individuals who need critical information without delving into details. എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് വെച്ചാൽ വളരെ കൺസൈസ്ഡ് ആണ്, ഫോക്കസ്ഡ് ആണ്, അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിനെ കുറിച്ച് ഒരു ഓവർവ്യൂ തരുന്നു, അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു കാറ്റർ ദി ഇൻഡിവിജ്വൽ ടു നീഡ് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ അബൌട്ട് ഡെൽവിംഗ് ഇൻ ഡീറ്റെയിൽ. ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ തരുന്നതാണ് എക്സിക്യൂട്ടീവ് സമ്മറീസ് എന്ന് പറയുന്നത്. These summaries are valuable in various industries, helping to newcomers and executives access essential project information efficiently. ഒരു മാനേജർ, ഒരു പുതിയതായിട്ട് ഒരാൾ ചാർജ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കമ്പനിയിൽ നടക്കുന്ന പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് എനിക്കറിയില്ല, നിങ്ങൾ അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ തരണമെന്ന് പറയുമ്പോൾ ഒരു 2 വോള്യൂമുള്ള ഒരു കാര്യമല്ല കൊണ്ടു കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു സമ്മറി തയ്യാറാക്കി അത് ഞങ്ങൾ എന്താണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ വളരെ സമ്മറൈസ് ചെയ്ത് കൊണ്ടു കൊടുക്കും. So it is helpful in various industries, helping newcomers and executives access essential project information effectively. Then crafting effective executive summaries is a valuable workplace skill, enhancing understanding, decision making, and overall productivity by adhering to the principles of clarity, brevity, and focus. നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ വളരെ ചുരുക്കി പറയാനും അതുപോലെ തന്നെ എഫക്റ്റീവ് ആക്കാനും ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും പ്രൊഡക്റ്റീവ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് എക്സിക്യൂട്ടീവ് സമ്മറി.
Executive summaries must be clear, brevity, and focused. Guidelines to write an executive summary. It includes start by explaining the problem or need the project address. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യണം. സ്റ്റാർട്ട് ബൈ എക്സ്പ്ലെയിനിങ് ദ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുക, അഡ്രസ് ചെയ്യുക. ക്ലിയർലി ഔട്ട്ലൈൻ ദ റെക്കമെൻഡഡ് സൊല്യൂഷൻ ഓർ പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സ്. ഇല്ലേ, പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സിനെ എന്ത് ചെയ്യുക? ഒന്ന് റെക്കമെൻഡ് ചെയ്യുക, ഔട്ട്ലൈൻ കൊടുക്കുക. എക്സ്പ്ലെയിൻ ദ വാല്യൂ ഓഫ് ദ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ വാല്യൂ നൽകുക. ഇതൊക്കെയാണ് വരുന്നത്. അന്നേരം ഇൻഡെപ്ത് ആയിട്ട് അതെന്താന്ന് നോക്കാം. സ്റ്റാർട്ട് ബൈ എക്സ്പ്ലെയിനിങ് ദ പ്രോബ്ലം ഓർ നീഡ് പ്രോജക്റ്റ് അഡ്രസ്സസ്. ഒരു കാര്യത്തിന്റെ ഒരു പ്രോജക്റ്റിനെ അഡ്രസ് ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എക്സിക്യൂട്ടീവ് സമ്മറി തയ്യാറാക്കാം. Here it includes relevant research and customer feedback to emphasize the importance of solving the problem. അവിടേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ട്, അന്നേരം ആ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് നമുക്ക് അന്വേഷിക്കാം. ആ ഫീഡ്ബാക്കുമായിട്ട് ബേസ് ചെയ്ത് അവരുടെ പ്രോബ്ലം എന്താണ്, അതിനെ സോൾവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാം. Then clearly outline the recommended solution or the project objectives. അതുപോലെ തന്നെ പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിട്ട് പറയുക, റെക്കമെൻഡഡ് സൊല്യൂഷൻസ് ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കുക. Convince others about the solution even if you don't have all the details worked out yet. ഇല്ലേ, ഓക്കെ, നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൊല്യൂഷനെ കുറിച്ച് ആ ബാക്കിയുള്ളവരോടേക്ക് പറയാം. ഇങ്ങനെ ഒരു പ്രോബ്ലം ഇപ്പോൾ കമ്പനിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതിന് ഇങ്ങനെയുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും, പ്രശ്നം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതിന് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ദ വാല്യൂ ഓഫ് ദ സൊല്യൂഷൻ. അതുപോലെ തന്നെ ഈ സൊല്യൂഷൻ എത്രമാത്രം പ്രസക്തമാണ്, നമുക്ക് അതിന്റെ വാല്യൂവിനെ കുറിച്ച് മനസ്സിലാക്കാം. It will describe how it will solve the problem, what benefit it will bring, including financial aspects and possible risk. ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ ഗുണകരമാകും, നമുക്ക് ഫിനാൻഷ്യലി അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യും, കമ്പനിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും, ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് മാനേജറിയൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് എത്രമാത്രം ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ട് എന്തൊക്കെ റിസ്ക് ഉണ്ടാകാം, ചാൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. റാപ്പ് അപ്പ് വിത്ത് കൺക്ലൂഷൻ ഓൺ ദ വർക്ക് ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ എപ്പോഴും വർക്കിന്റെ ഇമ്പോർട്ടൻസിനെ പറഞ്ഞ് നമ്മൾ ഈ എടുത്തിട്ടുള്ള വർക്കിന്റെ ഇമ്പോർട്ടൻസിനെ പ്രതിപാദിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഷൻ ഓൾവേസ് ഹൈലൈറ്റ് വൈ ദ പ്രോജക്റ്റ് ഈസ് എസെൻഷ്യൽ ആൻഡ് ഹൗ ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഫോർ ഓർഗനൈസേഷൻ. ഈ ഒരു പ്രോജക്റ്റ് എന്തുകൊണ്ടാണ് എസെൻഷ്യൽ, ഓക്കെ, ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് ഈ ഓർഗനൈസേഷന് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. അന്നേരം എക്സിക്യൂട്ടീവ് സമ്മറി ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എക്സ്പ്ലെയിനിങ് ദ പ്രോബ്ലം ഓർ ദ നീഡ് ടു അഡ്രസ് എ പ്രോബ്ലം. Then it clearly outline the recommended solutions or objectives. It give possible solutions, value to the solutions. It will wrap up with possible conclusions regarding the importance of the particular project. Then abstract writing എന്താണെന്ന് നോക്കാം. Abstract serves as a concise preview of research papers, helping readers quickly decide whether to explore the full paper or providing an overview of the research questions, methods and key discoveries. So abstract എന്ന് പറയുന്നത് it gives us a concise preview of the research papers. റിസർച്ച് പേപ്പേഴ്സിനെ കുറിച്ചുള്ള ഒരു പ്രിവ്യൂ തരും. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ആർട്ടിക്കിൾ വായിക്കുന്നതിന് മുമ്പ് അതിന് മുകളിലായിട്ട് ഒരു 200 to 300 വേർഡ്സിൽ ഒരു ചെറിയൊരു ഭാഗം, ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കും, അതിന് തൊട്ട് താഴെയായിട്ട് കുറച്ച് കീവേഡ്സും ആയിട്ട്. അതിനെയാണ് ആബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. It helping readers quickly decide whether to explore full paper by providing an overview of the research question, methods and key discoveries. ഇല്ലേ, ഇതിൻ്റെ അകത്ത് ഇത് ആബ്സ്ട്രാക്ട് വായിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നത്, ഓ ഞാൻ ഈ ഫുൾ പേപ്പർ വായിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ, അതിനെപ്പറ്റി അവർക്ക് വ്യക്തമായ ഐഡിയ കിട്ടുന്നു. Here in an abstract it explore full paper by providing an overview of ഇതിൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്, an overview of research question, methods, key discoveries. ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഫൈൻഡിങ് അതിൻ്റെ അകത്ത് തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് റിസർച്ചർ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്താണ് അതിൻ്റെ അകത്ത് റിസർച്ച് ക്വസ്റ്റ്യൻ, അവരുടെ കീ ഡിസ്കവറീസ് എന്തൊക്കെയാണ്, ഇതിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. Abstracts are rooted in ancient tradition of condensing complex ideas into brief, insightful statements. ആബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള ആ കാര്യത്തിന്റെ ഒരു ബ്രീഫ്, ഇൻസൈറ്റ്ഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. They function like trailers in scholarly papers, offering a glimpse into the
മെയിൻ ഐഡിയാസ് ആൻഡ് ഫൈൻഡിങ് വിതൗട്ട് റിക്വയറിങ് എ ഫുൾ പേപ്പർ റീഡ്. ഇല്ലേ, നമ്മൾ സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ ട്രെയിലർ പബ്ലിഷ് ചെയ്യില്ല. അന്നേരം എങ്ങനെയാണ് ട്രെയിലർ ഇമ്പോർട്ടൻ്റ് ആണ്? ട്രെയിലർ കണ്ടിട്ട് വേണം സിനിമ കാണണോ വേണ്ടയോ എന്ന് തീരുമാനം. ചില ട്രെയിലേഴ്സ് കാണുമ്പോൾ ഓ, ഇത് നിറയെ ഇടിപ്പടമാണല്ലോ, കാണാൻ പോണോ വേണ്ടേ, ഇല്ലേ? സോ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് തോന്നാറുണ്ട്. അത് തന്നെയാണ് ഒരു റിസർച്ച് പേപ്പറിനെ സംബന്ധിച്ച് അതിന്റെ ആബ്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. ഇറ്റ് gives us a glimpse into the main ideas and finding out with a requiring full paper, whether the full paper to be read or not. Then abstract summarizing the title, background, method, result and a conclusion. Abstract summarize ചെയ്യുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ, മെത്തേഡിനെ, ടൈറ്റിലിനെ, റിസൾട്ടിനെ, കൺക്ലൂഷനെ എല്ലാത്തിനെയും സമ്മറൈസ് ചെയ്ത് വെക്കുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആബ്സ്ട്രാക്റ്റിൽ ഒരിക്കലും നമ്മൾ അതിൻ്റെ അകത്ത് ടേബിൾ ഓഫ് കണ്ടൻസ് അല്ലെങ്കിൽ ഡിസ്കഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ദെൻ സ്ട്രക്ചറിങ് കണ്ടന്റ് ഓഫ് ആബ്സ്ട്രാക്ട് എന്തൊക്കെയാണ്? ഒരു ആബ്സ്ട്രാക്റ്റിന്റെ സ്ട്രക്ചറിങ് കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. An abstract is a concise summary of a research paper, typically 6 to 7 sentences or 150 to 250 words. But for a research thesis, it can be 2 to 6 pages. അന്നേരം ഒരു ആർട്ടിക്കിളിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ, ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ അകത്ത് ഒരു 6-7 പേജസ് ആയിരിക്കും മാക്സിമം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2000 to 3000 വേർഡ്സ് എന്ന് നമുക്ക് പറയാം. അവർക്കൊരു വേർഡ് ലിമിറ്റ് ഉണ്ട്. അന്നേരം അത്രയും വേർഡ് ലെങ്ത് ഉള്ള ഒരു ആർട്ടിക്കിളിന്റെ തീസിസിന്, ആ ഒരു ആർട്ടിക്കിളിന്റെ ആബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് മിനിമം ഒരു 150 to 250 അല്ലെങ്കിൽ മാക്സിമം പോയ 300 വേർഡ്സ് വരെ ആകാവുള്ളൂ. ഓക്കെ. പക്ഷെ ഒരു റിസർച്ച് തീസിസിനാണെങ്കിൽ അതിന്റെ ആബ്സ്ട്രാക്ട് 2 to 6 പേജസ് വരെ ആകാം. മാക്സിമം ഒരു 2 pages 3 pages ഒക്കെ വരാവും. The purpose of an abstract is to help readers to quickly understand the main idea of the paper. ഒരു പേപ്പറിന്റെ മെയിൻ ഐഡിയ മനസ്സിലാക്കുക. പ്രിപ്പയർ ദ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, അനാലിസിസ്, ആർഗ്യുമെന്റ്സ് ഇൻ ഫുൾ പേപ്പർ. ഒരു പേപ്പറിന്റെ ഫുൾ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, അനാലിസിസ്, ആർഗ്യുമെന്റ്സ് ഇതിനെ പറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിന്റെ ആബ്സ്ട്രാക്ട്. റിമെമ്പർ കീ പോയിന്റ്സ് ഫ്രം ദ റിസർച്ച്. അതുപോലെ തന്നെ റിസർച്ചിന്റെ കീ പോയിന്റ്സിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. അന്നേരം ഇറ്റ് ഗീവ്സ് an idea regarding the main idea, it gives an understanding regarding the main idea, it gives a detailed analysis on information, then arguments, and gives key points regarding the research. Abstracts are crucial for online search engines and databases to index papers, making the content of the abstract and the title essential for other researchers to find the paper. Okay. പ്രധാനപ്പെട്ട എല്ലാ സെർച്ച് എഞ്ചിൻസിലും അതുപോലെ ജേർണൽ റൈറ്റിംഗിലും ഇൻഡെക്സ് പേപ്പേഴ്സിലും എല്ലാം തന്നെ ആബ്സ്ട്രാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ടൈറ്റിൽ ഉപയോഗിച്ച്, ആബ്സ്ട്രാക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ പേപ്പറിനെ ഫൈൻഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. It is advisable to write the abstract after completing the entire paper to ensure a clear understanding of the content and the context of an accurate and effective summary. ഇല്ലേ, എപ്പോഴും നമ്മൾ ആബ്സ്ട്രാക്ട് എഴുതേണ്ടത് എപ്പോഴാണ്? നമ്മൾ ആ ഒരു എൻറ്റയർ പേപ്പർ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആബ്സ്ട്രാക്ട് എഴുതാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമല്ലേ ആ ഒരു ഫൈൻഡിങ് ഔട്ടും റിസൾട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്കഷനും ഒക്കെ എന്താണ് നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. Typical information found in abstract include: first, context or background of the information of the research, general and specific topic of the study, central question or problem statement addressed in the research, existing knowledge and previous research on the topic, then rationale and goals of the research, including its important relevance, then research methods and analytical approaches employed. സോ നോക്കാം, ടിപ്പിക്കൽ ഇൻഫർമേഷൻ ഒരു ആബ്സ്ട്രാക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ കോണ്ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ടും, അതുപോലെ തന്നെ അതിൻ്റെ ഏത് സ്പെസിഫിക് ടോപ്പിക്കാണ് സ്റ്റഡി ചെയ്യുന്നത്, അതിൻ്റെ സെൻട്രൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സിസ്റ്റിംഗ് നോളജ് പ്രീവിയസ് റിസർച്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഇവരുടെ ഗോൾ ഓഫ് ദ റിസർച്ച് എന്താണ്, ഈ റിസർച്ചിന്റെ റെലവൻസ് അതിനെ പറ്റിയും സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദെൻ റിസർച്ച് മെത്തേഡ് ഏതാണ് എടുത്തിട്ടുള്ളത് അതിനെ പറ്റിയും സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദെൻ മെയിൻ ഫൈൻഡിങ്സ്, റിസൾട്ട് ആൻഡ് ആർഗ്യുമെന്റ്സ് പ്രസന്റഡ്, സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫൈൻഡിങ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ആബ്സ്ട്രാക്റ്റിൽ ഉൾപ്പെടുത്തണം. ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കുക,
ബാക്ക്ഗ്രൗണ്ട്, സ്പെസിഫിക് ടോപ്പിക് ഏതാണ് എടുക്കുന്നത്, സെൻട്രൽ ക്വസ്റ്റ്യൻ എന്താണ്, എക്സിസ്റ്റിംഗ് നോളജ്, നമ്മൾ പറയത്തില്ല ലിറ്ററേച്ചർ റിവ്യൂവിന്റെ ഒരു ഷോർട്ട് സെന്റൻസ്, ഒരു 1 or 2 സെന്റൻസിൽ. ദെൻ ഗോൾ ഓഫ് ദി റിസർച്ച് എന്താണ്, ഞാൻ എന്താണ് ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദെൻ റിസർച്ച് മെത്തേഡ് ഏതാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, എൻ്റെ മെയിൻ ഫൈൻഡിങ്സുകൾ എന്തൊക്കെയാണ്, ആർഗ്യുമെന്റ്സുകൾ എന്തൊക്കെയാണ്, എൻ്റെ സ്റ്റഡിയുടെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ആബ്സ്ട്രാക്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. Typically, abstract do not include a reference and concentrate on the presenting the studies, finding and arguments. സാധാരണ നമ്മൾ ഒരിക്കലും ആബ്സ്ട്രാക്റ്റിൽ റെഫറൻസ് ഉൾപ്പെടുത്തരുത്. അതുപോലെ തന്നെ സ്റ്റഡിയുടെ ഫൈൻഡിങ്സും ഒക്കെ അതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചുരുതാക്കി ഒന്ന് പറഞ്ഞാൽ മതി. കമ്പോണൻസ് ഓഫ് ആബ്സ്ട്രാക്ട് എന്താണെന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്, ഡിസ്കഷൻ, റിസൾട്ട് ആൻഡ് കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ചുരുക്കി വേണ്ടത്. അന്നേരം കമ്പോണൻസ് ഓഫ് ആബ്സ്ട്രാക്ട് ഇൻക്ലൂഡ് ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്, ഡിസ്കഷൻ, റിസൾട്ട് ആൻഡ് കൺക്ലൂഷൻ. ദെൻ യൂസ് ഓഫ് വെർബ് ടെൻസ് ഇൻ ആബ്സ്ട്രാക്ട്. ആബ്സ്ട്രാക്റ്റിൽ നമ്മൾ ഏത് തരത്തിലുള്ള ടെൻസ് യൂസ് ചെയ്യണം. Verb tense in abstract vary by discipline and context. ഓരോ ഡിസിപ്ലിനും ഓരോ മേഖലകൾക്കും അനുസരിച്ച് അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസിനും മാറ്റമുണ്ട്. In social science abstract, the present tense conveys ongoing facts, interpretations, and current explanation, while past tense discuss previous research. ഓക്കെ, സോഷ്യൽ സയൻസിലാണെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള, ഫോർ എക്സാമ്പിൾ കറണ്ട് പ്രസന്റ് ടെൻസ്, ഇപ്പോൾ ഫാക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്ക് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ചെയ്തു തീർന്നിട്ടുള്ള എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ മറ്റാരെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫാക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹ്യൂമാനിറ്റീസ് ആബ്സ്ട്രാക്റ്റിലാണെങ്കിൽ ദ പാസ്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഫോർ പാസ്റ്റ് ഇവന്റ്, കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രസന്റ് ടെൻസ് ഡിസ്ക്രൈബ് കണ്ടന്റ്, മീനിങ്, സിഗ്നിഫിക്കൻസ് ആൻഡ് ആർഗ്യുമെന്റ്. സിഗ്നിഫിക്കൻസ്, മീനിങ്, ആർഗ്യുമെന്റ് ഇതിനെപ്പറ്റി പറയാൻ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. Science abstract uses the past tense for previous research and on research methods and findings, while the present tense is for justifying the research and explaining its significance. സയൻസ് ആബ്സ്ട്രാക്റ്റിലാണെങ്കിൽ പാസ്റ്റ് ടെൻസിനെ നമുക്ക് പ്രീവിയസ് റിസർച്ചുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ തന്നെ റിസർച്ച് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. വൈൽ പ്രസന്റ് ടെൻസ് ഈസ് ഫോർ ജസ്റ്റിഫൈങ് റിസർച്ച് ആൻഡ് എക്സ്പ്ലൈനിങ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. പക്ഷെ റിസർച്ചിനെ ജസ്റ്റിഫൈ ചെയ്യാൻ അതുപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് ടെൻസ് ആയിരിക്കണം ഉപയോഗിക്കണം. നമ്മളുടെ തന്നെ കണ്ടുപിടുത്തങ്ങളെ പറ്റി പറയുമ്പോൾ, പ്രീവിയസ് റിസർച്ചിനെ പറ്റി പറയുമ്പോൾ ഒക്കെ സയൻസിൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. That's all about the particular chapter.